ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാപ്പിഡ് റിവിഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 10 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ദേശീയ ചിഹ്നങ്ങൾ എന്നൊരു ടോപ്പിക് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് പൗരന്റെ അവകാശങ്ങളും കടമകളും എന്നാണ് കൃത്യമായി സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് പ്രധാനമായും കടമകളും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം. ഓക്കെ, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളുമാണ്. ഇവിടേക്ക് വരുമ്പോൾ പ്രധാനമായും നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകളിലേക്കാണ് വരുന്നത്. നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും അവകാശങ്ങൾ മാത്രമല്ല ആ കടമകളും കൂടിയുണ്ട്, ഡ്യൂട്ടീസ് കൂടിയുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് കൂടിയുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, മാർക്ക് ഉറപ്പ് ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക, മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്നില്ല. ശ്രദ്ധിക്ക്, കൃത്യമായിട്ട് ശ്രദ്ധിക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ക്ലിയർ ആണ്. ഇനി 75 എന്താണ്? ഇന്ത്യക്കാർക്ക് 75 ഓർക്കുമ്പോ എന്ത് ഓർമ്മ വരണം? അടിയന്തരാവസ്ഥ കാലത്താണ് പൗരന്മാർക്കായുള്ള മൗലിക കർത്തവ്യങ്ങൾ. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, പൗരന്മാര് ബഹളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി, ഇവന്മാർക്ക് അവകാശം മാത്രം കൊടുത്താൽ പോരാ, കുറച്ച് ബോധത്തോടുകൂടി കടമകൾ കൂടി ഇവന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. 75 എമർജൻസി പീരീഡിലാണ് ഇതിനു വേണ്ടിയുള്ള ഡിസ്കഷൻസ് കൂടുതലായി വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം അതിൽ ഉണ്ടായിരുന്നില്ല. വ്യക്തമാണ്. ഇനി അപ്പൊ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലേ, സ്വരൺ സിംഗ് കമ്മിറ്റി. ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. നോക്കിക്കേ, 76 1976 അപ്പോ എമർജൻസി 75 തൊട്ടടുത്ത വർഷം 76 എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ക്ലിയർ ആണേ. 76 സർദാർ സ്വരൺ സിംഗിന്റെ കീഴിൽ ഒരു കമ്മിറ്റി വരുന്നു. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. മുന്നോട്ട് വരുന്നു, ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. മൗലിക കർത്തവ്യങ്ങൾക്കായി പുതിയ ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെന്നായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അപ്പോ അതിനുവേണ്ടി മാത്രമായിട്ട് പ്രത്യേകം ഒരു ഭാഗം മാറ്റിവെക്കാൻ സ്വരൺ സിംഗ് നിർദ്ദേശിക്കുന്നു. അത്തരത്തിൽ സ്വരൺ സിംഗ് കമ്മിറ്റി 8 മൗലിക കർത്തവ്യങ്ങളെ, എത്രണ്ണമാണ്? 8 കടമകളാണ് നിർദ്ദേശിച്ചത്. എങ്കിലും സ്വരൺ സിംഗ് നിർദ്ദേശിച്ച കടമകൾ 8 എണ്ണമാണെങ്കിലും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തി. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മുടെ മൗലിക കടമകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. പക്ഷെ സ്വരൺ സിംഗ് നിർദ്ദേശിച്ചത് എത്ര എണ്ണം മതിയെന്നാ? 8 എണ്ണം മതിയെന്നാണ്. പക്ഷെ ഉൾപ്പെടുത്തിയപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? ശ്രദ്ധിച്ചോ, 48 ഓക്കെ 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ അനുച്ഛേദം, അതായത് നമുക്കറിയാം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR 48 ഡിസംബർ 10 അപ്പൊ നമ്മൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ഡിസംബർ 10 2024 പ്രമേയം പഠിച്ചോ? നിങ്ങൾ കണ്ടായിരുന്നോ? അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ നൗ എന്നുള്ളതാണല്ലേ. നമ്മുടെ അവകാശം നമ്മുടെ ഭാവി ഇപ്പോൾ. അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ നൗ 2024 പ്രമേയമാണ്. 23 പ്രമേയം പ്രീവിയസ് ചോദ്യവുമാണ്. ഇവിടെ എന്താ പറയുന്നത്? 48 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ 29(1) എന്ത് പറയുന്നു? ഓരോരുത്തർക്കും സമൂഹത്തോട് ചില കർത്തവ്യങ്ങളുണ്ടെന്നും എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം
സാധ്യമാകൂ എന്നും കൃത്യമായി പറഞ്ഞു. അപ്പോൾ 29 ക്ലോസ് 1-ലാണ് അങ്ങനെ പറഞ്ഞത്. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് അപ്പോ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം 75-ലെ എമർജൻസി, അതുപോലെ UDHR-ലെ 29(1)(a)-ലെ ഈ പരാമർശം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ ഉൾപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ചോദിക്കും. വളരെ എളുപ്പമാണ്. നമ്മൾ പഠിച്ചു 42ാം ഭേദഗതിയിലൂടെ 1976-ലാണ്. ഓക്കെ. ഇനി മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം ജാനുവരി 3-ാം തീയതിയാണ്. അപ്പോ 1977 ജാനുവരി 3-ാം തീയതിയാണിത് എന്ത് ചെയ്യുന്നത്, കെയിം ഇൻടു ഫോഴ്സ് എന്ന് പറയാൻ കഴിയുക. നമുക്കിനി ശ്രദ്ധയോടെ പഠിക്കാം. 42ാം ഭേദഗതിയാണ്. 76-ല് 42ാം ഭേദഗതിയിലൂടെ എത്ര കടമകൾ 10 കടമകൾ. സ്വരൺ സിംഗ് നിർദ്ദേശിച്ച എത്ര? 8 കടമകളാണ്. ഓക്കെ. ഇനി ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് എന്ത്, നമ്മുടെ രാഷ്ട്രപതി. അപ്പൊ നിങ്ങൾ അവിടെ ഓർക്കണം, നിയമമന്ത്രിയെ ഓർക്കണം. അവിടെ നിയമമന്ത്രിയെ കൂടി പഠിച്ചേക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് നിയമമന്ത്രി ആരാണെന്ന് അറിയാമോ? നിയമമന്ത്രി ആയിരുന്നു ആ സമയത്ത് HR ഗോഖലെ. എന്താണ് HR ഗോഖലെ? പ്രധാനമന്ത്രി ഇന്ദിര, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് നിയമമന്ത്രി. HR ഗോഖലെ. 76 42nd അമെൻമെന്റ് നിലവിൽ വന്നത് 77 ജാനുവരി 3-നാണ്. 10 എണ്ണമാണ് നിലവിൽ വരുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി പറയുന്നതേ ഇല്ല. സ്വരൺ സിംഗ് കമ്മിറ്റി, അതുപോലെ എമർജൻസിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ UDHR-ലെ നിർദ്ദേശങ്ങൾ ഒക്കെയാണ്. ക്ലിയർ ആണ്? വ്യക്തമായിട്ട് പഠിച്ചോ? ഇനി 86ാം ഭേദഗതിയെ പറ്റി പറയുന്നു. എന്താണ്? 86 അമെൻമെന്റ് എപ്പോഴും ചോദിക്കുന്നതാണല്ലേ, നമുക്കറിയാം. 86ാം ഭേദഗതിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് 2002 എന്നൊരു വർഷം ഓർമ്മ വരും. എന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നത്? അത്രയും പ്രാധാന്യം ഉണ്ടല്ലേ. ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം എത്രയായിട്ട് മാറി? അപ്പൊ സ്ഥിരം ചോദ്യമാണ്. നിലവിൽ എത്ര മൗലിക കടമ? 11. ഓക്കെ. ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് 10 എണ്ണം, ഇപ്പോൾ 11 എണ്ണം. 11ാമതായിട്ട് വരുന്നത് 86ാം ഭേദഗതി 2002-ലൂടെ. നമുക്കറിയാം എന്താണ് ആ അവകാശം, അല്ലെങ്കിൽ എന്താണ് ആ കടമ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണല്ലേ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. ആരുടെ കടമ? മാതാപിതാക്കളുടെ കടമയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിഷ്കർഷിച്ചു. അപ്പൊ നമുക്ക് പറയാം മൗലിക കടമകളെ കുറിച്ച്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ഭാഗം ഏതാണ്? 4A ആണ്. 4A ആണ്. അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A. 4Aയിൽ 51A, 51A 4A. കൃത്യമായിട്ട് പഠിച്ചോണേ. ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 4A ആണ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമ അല്ലെങ്കിൽ മൗലിക കർത്തവ്യം എന്ന ഐഡിയ, കൺസെപ്റ്റ് ബൊറോ ചെയ്തത്, കടമെടുത്തത് USSR-ൽ നിന്നാണ്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണെന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. കൃത്യമായിട്ട് എഴുതിക്കോണം. സ്ഥിരം ചോദ്യമാണ്. ഇനി ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കാൻ ആകില്ല. പോയിന്റ് ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഒരു കടമ ചെയ്തില്ല എന്ന് കരുതി നമുക്കെതിരെ എന്തെടുക്കാൻ കഴിയില്ല? കേസ് എടുക്കാൻ കഴിയില്ല. പക്ഷേ ആ കടമ ഒരു നിയമമായി പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. കാര്യം വ്യക്തമായോ? നേരത്തെ നമ്മൾ പഠിച്ചു. നമ്മുടെ ഒരു മൗലിക കടമയാണ് ദേശീയ ഗാനം, ഗീതം, പതാക എന്നിവയൊക്കെ ബഹുമാനിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമം നമ്മൾ പറഞ്ഞു, ഫ്ലാഗ് കോഡൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ അവഹേളിച്ചാൽ നിയമപ്രകാരം എന്തെടുക്കാം? കേസ് എടുക്കാം. കാര്യം പിടികിട്ടിയോ? വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളുക. ഇനി
മൗലിക കടമകളുടെ സവിശേഷതകളിലേക്ക് വന്നാൽ മൗലിക കടമകളിൽ ചിലത് ധാർമ്മിക കടമകളും, അപ്പൊ ചിലത് ധാർമ്മിക കടമകളാണ്, മറ്റുള്ളവ പൗരധർമ്മങ്ങളുമാണ്. എന്താടാ വളരെ കട്ടിയുള്ള വാക്കുകളാണല്ലോ നീ പറയുന്നത്, ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കിത്താ. അപ്പൊ എന്താ പറഞ്ഞത്? ചിലത് ധാർമ്മിക കടമകളാണ്, ചിലത് പൗരധർമ്മങ്ങളുമാണ്. അപ്പൊ എക്സാമ്പിൾ സഹിതം പറയുവാണേ. ഉദാഹരണമായിട്ട് നോക്കിക്കേ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുക എന്നതൊരു ധാർമ്മിക കടമയാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് 200 വർഷം നീണ്ടു നിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ സാമ്രാജ്യത്തിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് നിൽക്കാനും നട്ടെല്ല് വിരിച്ചു നിൽക്കാനും പ്രാപ്തമാക്കിയ ആളുകളെ, അവരുടെ ആശയങ്ങളെ ഓർമ്മിക്കുക എന്നതൊരു ധാർമ്മികമായ, വളരെ ധാർമ്മികമായിട്ടുള്ളൊരു കടമയാണ് എങ്കിൽ ശ്രദ്ധിച്ചേ, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കേണ്ടതൊരു പൗരന്റെ ധർമ്മമാണ്. ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട വളരെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്? സിറ്റിസൺസിന്റെ ഡ്യൂട്ടി ആയിട്ട് തന്നെയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആണ്? മുന്നോട്ട് പോകുന്നു, ശ്രദ്ധയോടെ ഇരിക്കുക. ഇന്ത്യൻ പാരമ്പര്യം, പുരാണങ്ങൾ, മതങ്ങൾ, അനുശീലനങ്ങൾ എന്നിവയിലെ മൂല്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മൗലിക കടമകൾ. അവയ്ക്ക് ഇന്ത്യൻ ജീവിത രീതിയുമായി ഗാഢമായ ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു പാരമ്പര്യവും അതിന്റെ പുരാണങ്ങളും മതങ്ങളും അനുശീലനങ്ങളും എന്നിവയിലെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടവയാണ് ഈ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നവ. എന്നാൽ മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ക്ലിയർ ആണ്, വ്യക്തമാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളെ പോലെ മൗലിക കർത്തവ്യങ്ങളും ന്യായവാദത്തിന് അർഹമല്ല. അതായത് നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ, മൗലിക അവകാശങ്ങൾ നമുക്ക് കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ തടയപ്പെട്ടാൽ നമ്മൾ നേരെ കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ പോയി നമുക്കത് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ മൗലിക കടമകളാവട്ടെ, മാർഗനിർദ്ദേശക തത്വങ്ങളാവട്ടെ, അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവ ന്യായവാദാർഹം അല്ല, ജസ്റ്റീഷ്യബിൾ അല്ല. പ്രസ്താവന ഉറപ്പായിട്ടും വരും. സ്ഥിരം സ്റ്റേറ്റ്മെന്റുകളാണ് ഇവയൊക്കെ. ഇനി നമ്മൾ ഓരോന്നായിട്ട് അങ്ങ് പഠിച്ചു പോവുകയാണ്. കൃത്യമായിട്ട് പഠിച്ചോ, സിമ്പിൾ ആണ് പഠിക്കാനേ. അപ്പോൾ ഭാഗം 4 4A 51A പറയുന്ന 11 മൗലിക കടമകൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടെ നമ്മുടെ SCRT കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് പോവാം. സിമ്പിൾ കാര്യമാണ്, ശ്രദ്ധിച്ചോ. ഒന്നാമതായിട്ട് A ആണേ, ABCD തൊട്ട് K വരെയാണ് ഈ 11 എണ്ണം. അപ്പൊ പഠിക്കുമ്പോൾ ആ ഒരു ആൽഫബറ്റ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം നമുക്ക്. ഓക്കെ, ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. അപ്പൊ മനസ്സിലാലോചിക്കുക, ആദരിക്കുക, അനുസരിക്കുക. അപ്പം A for ആദരിക്കുക, അനുസരിക്കുക. A കിട്ടിയേ കൃത്യമാണ്. രണ്ടാമത് ബിയിൽ എന്തോ പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ, ഓക്കെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹനീയ ആദർശങ്ങളെ എന്ത് ചെയ്യുക? പരിപോഷിപ്പിക്കുക. പരിപോഷിപ്പിക്കുക. ബി ആണ്, പരിപോഷിപ്പിക്കുക. ബി ഓർക്കുക, പരിപോഷിപ്പിക്കുക. ബി ഫോർ പരിപോഷിപ്പിക്കുക. A ഫോർ ആദരിക്കുക, അനുസരിക്കുക. ബി ഫോർ പരിപോഷിപ്പിക്കുക. ഇനി സിയിലേക്ക് വാ. കൃത്യമായിട്ട് പഠിക്കുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നോക്കിക്കേടാ, ഐക്യം, അഖണ്ഡത, യൂണിറ്റി, ഇന്റഗ്രിറ്റി ആണ്. അപ്പൊ സി യു പോലെ ഓർക്കണം. ഓക്കെ, നോക്കി എന്തോ പറയുന്നത്? യൂണിറ്റി, ഇന്റഗ്രിറ്റി, സംരക്ഷിക്കുക, നിലനിർത്തുക. അപ്പൊ 3 പഠിച്ചോ. 11 എണ്ണത്തില് 51A ഭാഗം 4A പറയുന്ന A ഫോർ ആദരിക്കുക, അനുസരിക്കുക. കിട്ടുന്നുണ്ടോ? ബി എന്തുവാ? പരിപോഷിപ്പിക്കുക. സി ആണെങ്കിലോ യൂണിറ്റി, ഇന്റഗ്രിറ്റി. അപ്പൊ ഐക്യം, അഖണ്ഡത, സംരക്ഷിക്കുക, നിലനിർത്തുക. സെറ്റാണ്, വ്യക്തമാണ്. മുന്നോട്ട് പോവാം. വരൂ. നോക്കിയേ, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ഡി ആണ് പറയുന്നത്. ഡി പഠിക്കുമ്പോൾ എളുപ്പമാണ്. ഡി ഫോർ ഡിഫൻസ്. ഡി ഫോർ ഡാൻസ് അല്ല, ഡി ഫോർ
ഡിഫൻസ്. ഓക്കെ, ഡി ഫോർ ഡിഫൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യമായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തോക്കെടുക്കേണ്ടി വരും. ഓക്കെ, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണോടാ? രാജ്യത്തിന് ആവശ്യമായി വന്നാൽ എന്തിറങ്ങേണ്ടി വരും? ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുക മൗലിക കടമയാണ്. ഡി ഫോർ ഡിഫൻസ്, ഡി ഫോർ ഡിഫൻസിന് പോവേണ്ടി വരും. ഇനി ഈ എന്താണ്? ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ എന്താണ്? സ്ത്രീ. ഈ സ്ത്രീ, 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 ഈ ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈലാണ്. ഈലാണ്. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക, സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല. അപ്പോ ഈ ആണ്. അതിന് മുമ്പിൽ 2 പോയിന്റ് ഉണ്ട്. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിന്റെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അപ്പൊ നോക്കിക്കേടാ, നമ്മൾ ഈ സ്ത്രീകളെയൊക്കെ സഹോദരങ്ങളെ പോലെ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ പോലെ കാണുമ്പോഴാണ് നമ്മൾ മാന്യമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ സാഹോദര്യം, സ്ത്രീ ഏതാണ്? ഈ ആണ്. ഈ ആണ്. വ്യക്തമായിട്ട് പഠിക്കുക. ഡി ഫോർ ഡിഫൻസ്, ഇ ഫോർ സാഹോദര്യം, സ്ത്രീ. സാഹോദര്യം, സ്ത്രീ. ക്ലിയർ ആണ്. ഇനി എഫിലേക്ക് പോവാം. തീർന്നു, കഴിഞ്ഞു, കംപ്ലീറ്റ് ആണ്. സിമ്പിൾ ടോപ്പിക് ആണ്. എഫ് ആണ്. എഫ് എന്ന് പറയുമ്പോഴേ നോക്കിക്കേടാ, നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ, അപ്പൊ ഈ വാക്കിയുടെ കോറിഡ് പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. നമ്മൾ പാരമ്പര്യം നിലനിർത്തുന്നത് എങ്ങനെയാ? നമ്മൾ പറയും നമ്മുടെ അച്ഛന്റെ പാരമ്പര്യം എന്ന് പറയും അല്ലെ. ഫാദർ, പൈതൃകം, പിതാവ്, പൈതൃകം, പാരമ്പര്യം. അപ്പൊ എങ്ങനെ പഠിക്കണം? ഫാദർ, എഫ്. എഫ് എന്താണ്? പൈതൃകം, പാരമ്പര്യം, നിലനിർത്തുക. എഫ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക, തെറ്റുകയും ചെയ്യല്. വ്യക്തമാണ്, ശ്രദ്ധിച്ചേ. ഇനി ജി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ ഓർക്കണം അല്ലെ. ജി ഫോർ പച്ചപ്പ് ആണല്ലേ, ഗ്രീൻ ആണ്. നോക്കിയേ, വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുക. പരിസ്ഥിതി സംരക്ഷണം, ജി ഗ്രീൻ, പച്ചപ്പ്, പരിസ്ഥിതി. ഓക്കെ, ക്ലിയർ ആണ്. അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ജി ഫോർ ഗ്രീൻ ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക, തെറ്റിക്കുകയെ ചെയ്യല്. വ്യക്തമാണ്. നോക്കിയേ, ഇനി എന്തോ പറയുന്നത്? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. അതെന്തുവാടാ? എച്ചിലാ പറയുന്നത്. അപ്പൊ എച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഹൈ ലെവൽ തിങ്കിങ്. എച്ച് എന്ന് പറയുമ്പോൾ ഹൈടെക് അല്ലെങ്കിൽ ഹൈ ലെവൽ തിങ്കിങ് എന്ന് ഓർക്കുക. എന്താണ് പോയിന്റ്? എന്തുവാ പോയിന്റ്? കൃത്യമായിട്ട് പഠിക്കുക. എടാ, ശാസ്ത്രീയമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എന്തുവാ? ഭയങ്കര ഉന്നതമായ കാഴ്ചപ്പാടാണ്, സയന്റിഫിക് ഹൈടെക് കാഴ്ചപ്പാടാണ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം. മാനവികമായിട്ടും വളരെ മനുഷ്യത്വപരമായിട്ടൊക്കെ ചിന്തിക്കണമെങ്കിൽ ഹൈ ലെവലിൽ ചിന്തിക്കണം അല്ലെ. അപ്പൊ എച്ച് ആണ്. ശാസ്ത്രീയമായും മാനവികമായുമുള്ള ചിന്ത എച്ച്. കിട്ടുന്നുണ്ടോ നോക്ക്. ആദരിക്കുക, അനുസരിക്കുക, എ ആണ്. ഇനി പരിപോഷിപ്പിക്കുക, ബി. സി ആണെങ്കിലോ ഐക്യവും അഖണ്ഡതയും. ഡി ഫോർ ഡിഫൻസ്. ഇ ആണെങ്കിലോ സ്ത്രീ, സാഹോദര്യം. എഫ് ആണെങ്കിൽ പൈതൃകം, പാരമ്പര്യം. ഓക്കെ, ജി ആണെങ്കിൽ പച്ചപ്പ്, പരിസ്ഥിതി സംരക്ഷണം. എച്ച് ആണെങ്കിൽ ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയ മനോഭാവം, മാനവികത. ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഫുൾ ആണ്. ശ്രദ്ധിച്ചോ, കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇനി എന്താ നമ്മൾ പറയുന്നത്? ഐ ആണ് പറയുന്നത്. ഐ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ചിന്തിക്കാം? ഞാൻ അല്ലെങ്കിൽ എന്റെ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും. പക്ഷേ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം? പൊതുവായിട്ടുള്ള പൊതു സ്വത്തിനെ പറ്റി ചിന്തിക്കുക. പൊതു സ്വത്തിനെ പറ്റി കൂടെ ചിന്തിക്കുക. ഞാനെന്ന് മാത്രം ചിന്തിക്കാതെ, ഐ എന്ന് മാത്രം ചിന്തിക്കാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. നോക്കിയേ, ഐ ഫോർ പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നാട്ടിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ, ഹർത്താൽ ഉണ്ടാവുമ്പോൾ, ബന്ദ് ഉണ്ടാവുമ്പോൾ, സമരങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ബസ്സുകൾ അടിച്ചു തകർക്കുക, സ്കൂളുകൾ പണിമുടക്കുക. അങ്ങനെ പണിമുടക്കുന്ന പ്രശ്നമാണെന്നല്ല, പൊതു സ്വത്തുകൾ എന്ത് ചെയ്യാറുണ്ട്? നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. നമ്മുടെ തന്നെ ടാക്സിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ ഐ ഫോർ പൊതു സ്വത്താണ്. ഇനി നോക്കിയേ, രണ്ടെണ്ണം കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. കഴിഞ്ഞു, ഫുള്ളായിട്ട് പഠിച്ചു. നോക്കിയേ, ജെയും കെയും കൂടെ ഉള്ളൂ. കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം എന്താണ്? ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത 2002 86 ഭേദഗതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. മൗലിക കടമയിൽ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ കൊടുക്കണം. മാതാപിതാക്കളെ അതിന് നമ്മൾ
രാഷ്ട്രം എന്ത് ചെയ്യുന്നുണ്ട്? നിഷ്കർഷിക്കുന്നുണ്ട്. ജെ അല്ലേ പഠിക്കേണ്ടത്? ജെ 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 പഠിക്കാം. നോക്കിയേ, എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. നോക്കിക്കേടാ, എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറുക. അപ്പൊ നമ്മൾ ഈ വാക്ക് ഇവിടുന്ന് എടുക്ക്. രാഷ്ട്രം മുന്നേറണം. ജോഗ് ചെയ്താ മുന്നേറുന്നത്. ജോഗിങ് ജോഗിങ്. നമ്മൾ ജോഗിങ്ങിന് പോകത്തില്ലേടാ? ഓടാനൊക്കെ പോകത്തില്ലേ? നടക്കാനൊക്കെ പോകത്തില്ലേ? ജോഗ് ചെയ്യത്തില്ലേ? ആ, മുന്നേറുവാണ്. രാജ്യം മുന്നേറണം. ജെ 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 ജോഗിങ് ആണ്. എടാ കണക്ട് ചെയ്തോണേ, ചുമ്മാ കണക്ട് ചെയ്യുമല്ല. നമ്മൾ ആ വരികൾ മൊത്തം കുറച്ച് എന്താണ് സ്റ്റാൻഡേർഡ് വാക്കുകളാണ്. അപ്പോൾ ആവശ്യമുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് അതിൽ നിന്ന് പിടിച്ചോണം. ക്ലിയർ ആണോ? സെറ്റ് ആണോ? കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ക്ലിയർ ആണോ എന്ന് നോക്കിയേ. മൗലിക കടമകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു ഗൈസ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് 75-ൽ എമർജൻസി വരുന്നു. അതിനെ തുടർന്ന് 76-ൽ INC ഏത് കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയെ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് നമ്മുടെ UDHR അല്ലെങ്കിൽ 48 ഡിസംബർ 10-ലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ആശയത്തിലും 29/1 ഇങ്ങനെ മനുഷ്യന്മാർക്ക് അവകാശങ്ങൾ മാത്രം പോലെ കുറച്ച് ഉത്തരവാദിത്തങ്ങളും കൂടെ വേണമെന്ന് പ്രതിപാദിച്ചു. ക്ലിയർ ആണ്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 42ാം ഭേദഗതിയിലൂടെ 1976-ലെ 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നത് 8 കടമകളാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കടമകളെ 76-ൽ കൊണ്ടുവരുന്ന സമയത്ത് 10 കടമകളാണ് ഉണ്ടായിരുന്നത് അല്ലെ? ഏത് ഡേറ്റിനാണ് നിലവിൽ വരുന്നത്? 77 ജാനുവരി 3-ാം തീയതിയാണ്. പിന്നീട് അങ്ങോട്ട് 11ാമതായിട്ടൊരു കടമ കൂടി കടന്നു വരികയാണ്. 86-ാം ഭേദഗതി 2002 ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് പാരന്റ്സിന്റെ കടമയാക്കി രാഷ്ട്രം നിഷ്കർഷിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അവിടെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമുണ്ട്. 11 എണ്ണം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഭാഗം 4A ഉൾപ്പെടുത്തിയത്. ആർട്ടിക്കിൾ അനുച്ഛേദം വകുപ്പ് 51A ആണ്. അപ്പൊ നമുക്കറിയാം, ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. എന്താണ്? USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഇനി നമ്മൾ പഠിച്ച 11 എണ്ണം ഓർത്തു നോക്കിയേടാ. ഓക്കെ, വേഗം പറ. നിങ്ങൾ ആലോചിച്ച് പറയണേ. കൃത്യമായിട്ട് ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം. എടാ, ഞാൻ എന്തോ പറഞ്ഞത്? ആ രാജ്യത്തിന്റെ ഉന്നതമായ ചിന്താഗതി, ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, ഉന്നതമായ ചിന്ത, ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഏതാ വരുന്നത്? H ആണല്ലേ? H ആണ്, വ്യക്തമാണ്. ഇനി നോക്കിയേ, സ്ത്രീകളുടെ സംരക്ഷണം, സാഹോദര്യം ഏത് വരും? സ്ത്രീ സാഹോദര്യം E ആണല്ലേ? വ്യക്തമാണ്, സൂപ്പറാണ് നിങ്ങൾ. F എന്തുവായിരുന്നു? പൈതൃകം പാരമ്പര്യമാണ്. ഇനി നോക്കിയേ, പരിപോഷിപ്പിക്കുക ഏതാ വരുന്നത്? B ആണല്ലേ? ഐക്യം അഖണ്ഡതയാണെങ്കിലോ? C ആണ്, ഐക്യം അഖണ്ഡത. ഓക്കെ, ഇനി നമ്മൾ സൈനിക സേവനം ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് D ഫോർ ഡിഫൻസ് ആണ്. ഓക്കെ, വ്യക്തമാണ്, ക്ലിയർ ആണ് നിങ്ങൾക്ക്. നമ്മളെ ആദരിക്കുക, അനുസരിക്കുക, രാജ്യത്തിന്റെ ദേശീയ ഗാനം, ഗീതം, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആദരിക്കുക, അനുസരിക്കുക എയിൽ പറഞ്ഞ കാര്യമാണ്. ഇനി പരിസ്ഥിതി സംരക്ഷണം ഏതിലാ വരുന്നത്? G ആണല്ലേ? ഗ്രീൻ ആണ്. ഓക്കെ, ഇനി നോക്കിയേ, പൊതു സ്വത്ത് സംരക്ഷിക്കണം, അക്രമം ഉപേക്ഷിക്കണം ഏതിലായിരുന്നു? എന്റെ എന്ന് വിചാരിക്കരുത്, പൊതുവായിട്ട് ചിന്തിക്കണം. പൊതു സ്വത്ത് I ആണല്ലേ? ക്ലിയർ ആണ്, സെറ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി എന്തുവാണ്? J ഓർമ്മയുണ്ടോ? മുന്നേറുക, രാജ്യത്തിന്റെ മുന്നേറ്റമാണ്. ഓക്കെ, K നിങ്ങൾക്ക് കിട്ടും ഏറ്റവും അവസാനം വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിലിംസിന്റെ ടോപ്പിക്കിൽ. നമ്മൾ ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റാപ്പിഡ് റിവിഷനിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ഇവിടെ നിന്നുള്ള മാർക്ക് കളയുകയോ ചെയ്യരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക, റിവൈസ് ചെയ്യുക. ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഗൈസ്. ഹായ് ഓൾ. നമ്മൾ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള റാപ്പിഡ് റിവിഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് DPSP. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. വളരെ ബേസ് ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ ഇവിടെ നിന്നുള്ള മാർക്ക് കൃത്യമായി കയ്യിലിരിക്കും. ശ്രദ്ധിച്ചേ. അപ്പോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ് എന്ന് പഠിക്കുമ്പോൾ ജനക്ഷേമം മുൻനിർത്തി, എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്? വെൽഫെയർ, ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരാവട്ടെ ഒക്കെ നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്, നിർദ്ദേശങ്ങളാണ്, നിർദ്ദേശിക്കുകയാണ്. ഓക്കെ, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഇനി ക്ലിയർ ആയിട്ട് പഠിച്ചേ. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്.
എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഏതാണ്? അയർലാൻഡ്. ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടം കൊണ്ടത് അയർലാൻഡ്, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഐറിഷ് ഭരണഘടന. പ്രസ്താവന ശരിയാണ്, ക്ലിയർ ആണ്. എന്നാൽ ലോകത്താദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണ്. ചോദ്യം 2 വ്യക്തമായിട്ട് പഠിക്കുക. ലോകത്താദ്യമായി ഉൾപ്പെടുത്തിയത് സ്പെയിൻ ആണ്. ഇന്ത്യ കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. ക്ലിയർ ആണ്. മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. എന്താ പറയുന്നത്? സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യ കടമെടുത്തത് അയർലാൻഡിൽ നിന്നുമാണ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്ത കമ്മിറ്റി. ശിപാർശ എന്നാണല്ലേ നമ്മൾ മലയാളത്തിൽ പദശുദ്ധി പഠിക്കും. ശിപാർശ ചെയ്ത കമ്മിറ്റി തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ്. ഏതാണ്? സപ്രൂ ആണ് കേട്ടോ. സപ്രൂ കമ്മിറ്റിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. തേജ് ബഹദൂർ സപ്രൂ കമ്മിറ്റിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റി. ഭാഗം 4 ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 4 ആണ്. DPSP ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പുകൾ എത്ര മുതൽ എത്ര വരെ? 36 മുതൽ 51 വരെ. കൃത്യമായിട്ട് പഠിക്കാം. ശ്രദ്ധയോടെ ഇരിക്കുക. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ശ്രദ്ധിച്ചേടാ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക. എന്താണ്? വെൽഫെയർ സ്റ്റേറ്റ്. എന്താടാ? ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നൊരു പോയിന്റ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. DPSPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണത്. ഇനി ഭരണനിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും, ഭരണം നിർവഹിക്കുമ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പേരിൽ തന്നെ ഉണ്ട്. അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, സ്ഥിരം ചോദ്യമാണ്. DPSP എന്ന് പറയുന്ന സാധനം നമുക്ക് കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയില്ല, ന്യായവാദാർഹമല്ല, ജസ്റ്റീഷ്യബിൾ അല്ല. വ്യക്തമാണ്. ശ്രദ്ധിച്ചോ. എപ്പോഴും ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇനി ഇങ്ങനെയാണൊരു പോയിന്റ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ കഴിയുകയും ചെയ്യും. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ്? ഭാഗം 4 അല്ലെ? അപ്പോ DPSPയിലാണ്. ഓക്കെ. രാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ഇനി പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആണേ? പൊതുവിദ്യാഭ്യാസം ഉണ്ട്, പൊതുവിഭവങ്ങളുടെ വിതരണമുണ്ട്, പൊതുജനാരോഗ്യം എന്നിവ നമ്മുടെ സ്റ്റേറ്റുകൾ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഇനി എന്താണ്? കൃത്യമായിട്ട് പഠിച്ചോ. പ്രീവിയസ് ചോദ്യമാണ്. ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് ആര് വിശേഷിപ്പിക്കുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങളെ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ്. എങ്ങനെയാ പഠിക്കേണ്ടത്? എടാ, മനസ്സാക്ഷി ഉണ്ടാവണമെങ്കിൽ വളരെ വിശാലമായ മനസ്സുള്ളവർക്ക് മനസ്സാക്ഷി ഉണ്ടാവും. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 3ആയി തിരിക്കുന്നുണ്ട്. അതൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല എന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. പഠിക്കാനുള്ള എളുപ്പത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്? ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടു ദി ഗവൺമെന്റ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഒരു വിശേഷണമാണ്. DPSPയുടെ ഒരു വിശേഷണമാണ്. നോക്കി എന്തുവാ പറയുന്നത്? രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടു ദി ഗവേണൻസ് ഓഫ് ദ കൺട്രി എന്നറിയപ്പെടുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അടുത്തതായിട്ട് എന്താ പറയുക? ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം. എടാ, നല്ല 2 പോയിന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ എന്താണ്? ഫണ്ടമെന്റൽ ടു ദി ഗവർണൻസ് ഓഫ് ദ കൺട്രി എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? DPSP ആണ്. ഇനി രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം. എടാ, കൃത്യമായിട്ട് പഠിച്ചോണേ. എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. എടാ, രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം. ഏത് ജനാധിപത്യം? സാമ്പത്തികം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ക്ഷേമ രാഷ്ട്രം വരണമെങ്കിൽ എല്ലാവരിലേക്കും എന്ത് ചെയ്യണം?
കൃത്യമായി സമ്പത്ത് പല രീതിയിൽ പല സോഴ്സിൽ നിന്ന് എല്ലാവരിലേക്കും പൈസ എത്തണം. സാമൂഹികമായിട്ടും ആരോഗ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം ഉറപ്പുവരുത്തുക എന്നത് DPSPയുടെ ലക്ഷ്യമാണ്, ദൗത്യമാണ്. ഇനി നിയമവ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ കോടതി മാർഗനിർദ്ദേശക തത്വങ്ങളെ പരിഗണിക്കാറുണ്ട്. ചില കേസൊക്കെ ഇങ്ങനെ നമ്മൾ കോടതി പരിഗണനയിൽ വരുമ്പോൾ ഇത് DPSPയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കോടതി അത് നോട്ട് ചെയ്യാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ചിട്ട് അത് എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ പറയും അതുപോലെ കോടതി വിധികളെ നിർദ്ദേശക തത്വങ്ങൾ സ്വാധീനിക്കാറുമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസ്താവന ശരിയാണ്. അപ്പൊ കോടതി ചില കേസുകൾ വരുമ്പോൾ DPSPയെ വെച്ച് റെഫർ ചെയ്യാറുണ്ട്, ചില വിധികളെ ഇത് സ്വാധീനിക്കാറുമുണ്ട്. പക്ഷെ നമുക്കിത് കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയുമോ? അതില്ല. പിന്നെ എന്തിനാണ് സാർ തോക്ക്? അത് നമുക്ക് എന്തില്ല, ജസ്റ്റിഷ്യബിൾ അല്ല എന്ന് തന്നെ പഠിക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതായത് DPSPയിലായിരുന്നു ഈ കാര്യങ്ങൾ മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ എടുത്തിട്ട് നമ്മുടെ ഗവൺമെന്റുകൾ ഈ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തു, പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജന്മിത്ത നിരോധന നിയമങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ക്ലിയർ ആണ്. ബാങ്കുകളുടെ ദേശസാൽക്കരണം, നിരവധി ഫാക്ടറി നിയമങ്ങൾ. ജന്മിത്ത നിരോധന നിയമം, ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ എപ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് PSCയിൽ എക്കണോമിക്സിൽ പഠിക്കുന്നതുമാണ്. ഫാക്ടറി നിയമങ്ങൾ, മിനിമം കൂലി നിശ്ചയിക്കൽ, മിനിമം കൂലി, ഒരു ഇതിന് ഇത്ര രൂപ മിനിമം കൂലി കിട്ടുക, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. നമുക്ക് നോക്കാം. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഉന്നമനത്തിനുള്ള സംവരണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, SC/ST-കാരുടെ വിദ്യാഭ്യാസവും അവരുടെ സംവരണവും നിർദ്ദേശക തത്വങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മൾ നടപ്പിലാക്കിയ കാര്യങ്ങളിൽ പെടുന്നു. ഇനി രാജ്യമൊട്ടാകെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ അത് പഠിക്കും. ഇനി എന്താ പറയുക, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗികമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം. സത്യത്തിൽ DPSPയിൽ ജോലി ചെയ്യാനുള്ള അവകാശം നമ്മൾ പഠിക്കും. അപ്പൊ അതിന്റെ ഭാഗമായി വന്നൊരു പദ്ധതിയായിട്ട് ഈ തൊഴിൽ പദ്ധതികളെ കൂടി നമുക്ക് ഓർത്തു വെക്കാം. ഇനി ഉച്ചഭക്ഷണ പദ്ധതി, അപ്പൊ നമ്മൾ പഠിക്കാറുണ്ടല്ലേ, മിഡ് ഡേ മീൽ സ്കീം ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെ മിഡ് ഡേ മീൽ സ്കീം കൊണ്ടുവന്ന ആദ്യ സ്റ്റേറ്റിനെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. ഇപ്പൊ ഈ തമിഴ്നാട് തന്നെ എന്തുകൂടി കൊണ്ടുവന്നു, പ്രഭാത ഭക്ഷണം കൂടി കൊടുക്കാൻ തുടങ്ങുന്നതും തമിഴ്നാടാണ്. ഓക്കെ, വ്യക്തമായിട്ട് പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. ജന്മിത്ത നിരോധനം, ഫാക്ടറി നിയമങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസം, സംവരണം, അതുപോലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട തൊഴിൽ പദ്ധതികൾ, ഉച്ചഭക്ഷണ പദ്ധതികൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ബാങ്കുകളിലെ ദേശസാൽക്കരണം, ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ മിനിമം കൂലി തുടങ്ങിയ കാര്യങ്ങളാണ് ഓൾറെഡി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ശ്രദ്ധയോടെ ഇരിക്കുക, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. എന്താ പറയുന്നത്, ആർട്ടിക്കിൾ 37 തൊട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 37 പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഇത് ന്യായവാദാർഹമല്ല, അല്ലെങ്കിൽ കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയില്ല, ജസ്റ്റിഷ്യബിൾ അല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 37 വ്യക്തമായിട്ട് പഠിച്ചു പോ. ഇനി നോക്കിക്കേ, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. രാഷ്ട്ര നിയമനിർമ്മാണം നടത്തുമ്പോൾ നിർദ്ദേശക തത്വങ്ങളെ പരിഗണിക്കാവുന്നതാണ്. അതൊക്കെയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് D ആണല്ലേ, ഡിവൈഡ്, ഈക്വലി ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 39D, ആർട്ടിക്കിൾ 39D ആണ് എന്ത്, തുല്യ ജോലിക്ക് തുല്യ വേതനം. 39D ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക, തെറ്റിക്കേ ചെയ്യല്. ഇനി പ്രീവിയസ് ചോദ്യമാണ്, എന്താണ് 39 അല്ലേ, 39 നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 39A പറയുന്നു സൗജന്യ നിയമസഹായം, അതുപോലെ തുല്യനീതി. അപ്പൊ ഈ കഴിഞ്ഞ LDC നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച, LDC പരീക്ഷ മെയിൻസിന് ചോദിച്ചതാണ്. സൗജന്യ നിയമസഹായം ലഭിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ആർക്കൊക്കെയാണ്? അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുക, സൗജന്യ നിയമസഹായം ലഭിക്കുന്നത് സ്ത്രീകൾ, കുട്ടികൾ, SC/ST വിഭാഗത്തിലെ അംഗങ്ങൾ, വ്യവസായ തൊഴിലാളികൾ. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, SC/ST വിഭാഗത്തിലെ അംഗങ്ങളുണ്ട്, വ്യവസായ തൊഴിലാളികളുണ്ട്. ഇനി എന്താ പറയുന്നത്, ബഹുജന ദുരന്തം, അക്രമം, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം, ഇങ്ങനെ ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകൾ, വികലാംഗരുണ്ട്, കസ്റ്റഡിയിലുള്ള വ്യക്തി. കൃത്യമായിട്ട് പഠിക്കുക, കസ്റ്റഡിയിലുള്ള വ്യക്തി. നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ, ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആൾക്ക് വക്കീലിനെ വെച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുക്കുന്നു. സൗജന്യ നിയമസഹായത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെ ലഭിച്ച ഒരു അവകാശമാണ്.
39 ക്യാപിറ്റൽ എ ആണ്. 39 ചെറിയ ഡി ആണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം. കൃത്യമായിട്ട് പഠിച്ചോ. ഇനി 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തി, 1 ലക്ഷത്തിൽ താഴെയാണ് ഒരാളുടെ ആനുവൽ ഇൻകം അല്ലെങ്കിൽ വാർഷിക വരുമാനമെങ്കിൽ അയാൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുമോ ഇല്ലേ? 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ സൗജന്യമായിട്ട് ലഭിക്കും. ഓക്കെ. സുപ്രീം കോടതി നിയമസേവന സമിതിയിലാണെങ്കിൽ വാർഷിക വരുമാന പരിധി 1.25 ലക്ഷം എന്നുകൂടി പറയുന്നുണ്ട്. നോർമലി 1 ലക്ഷമാണ്. ഇനി മനുഷ്യക്കടത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ, യാചകരായിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടും? സൗജന്യ നിയമസഹായം. കൃത്യമായിട്ട് പഠിച്ചോളുക. മുന്നോട്ട് പോകുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. എന്തോ പറയുന്നത്? ആർട്ടിക്കിൾ 40 എപ്പോഴും ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 40 എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണം. എക്സാമിന് എപ്പോഴും പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന രീതിയിലായിരിക്കും ഇവിടുന്ന് ചോദ്യം വരിക. ആർട്ടിക്കിൾ 40 ആണ്. ഇനി 41. ഈ 41 തൊട്ട് 43 വരെയുള്ളത് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. 41 ജോലി ചെയ്യുന്നതിനുള്ള അവകാശമാണ്. 41 ജോലി ചെയ്യുന്നതിനുള്ള അവകാശമാണ്. 43 കൂലി കിട്ടുന്നതിനുള്ള അവകാശമാണ്. 41 ജോലി, 43 കൂലി. കൃത്യമായിട്ട് പഠിച്ചോ. നോക്കിക്കേ. റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ, ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. തൊഴിലില്ലായ്മ, രോഗം, പ്രായാധിക്യം, അംഗവൈകല്യം, ദാരിദ്ര്യം തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് പൊതുസഹായം ഉറപ്പുവരുത്തുക. എന്താ പറയുന്നത്? കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നത് ഈ ആർട്ടിക്കിളിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നോക്കിയടാ, റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമുക്ക് തൊഴിൽ കിട്ടുന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കുന്നു 41 പ്രകാരം. കൃത്യമായിട്ട് പഠിക്കുക. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതാണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളും ഇതാണ്. 41 ജോലി ചെയ്യാനുള്ള അവകാശമാണ്. 42 പറയുന്നു നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, ചുറ്റുപാടുകൾ വളരെ നമുക്ക് ആരോഗ്യകരമായിരിക്കണം. അപ്പോൾ 41 ജോലിക്കുള്ള അവകാശം, 42 ജോലി ചെയ്യുന്ന സ്ഥലം നല്ല എന്തായിരിക്കണം? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. 43 കൂലി. അങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്ക്. ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ നീതിപൂർവവും മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യം. അപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ്? മെറ്റേണിറ്റി ലീവ് പോലെയുള്ള പ്രസവ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 42. ജോലിക്കുള്ള അവകാശം 41, കൂലിക്കുള്ള അവകാശം 43. ക്ലിയർ ആണ്? വ്യക്തമാണ്? ശ്രദ്ധിച്ചേ. സൗജന്യ നിയമസഹായം 39A. തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണല്ലേ? ക്ലിയർ ആണ്? സെറ്റായിട്ട് പഠിക്കുക. ഇനി ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് തുടങ്ങിയവ നടപ്പിലാക്കുന്നത് ഈ ആർട്ടിക്കിളിന്റെ ഫലമായിട്ടാണ്. ക്ലിയർ ആണ്? മുന്നോട്ട് വരുമ്പോൾ ആർട്ടിക്കിൾ 43 നമ്മൾ സിമ്പിളായി പറഞ്ഞു, കൂലിയുമായി ബന്ധപ്പെട്ടതാണ്. തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം. അപ്പോൾ ആർട്ടിക്കിൾ 43A പറയുന്നു പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 41, 42, 43. 41 ജോലി ചെയ്യാനുള്ള അവകാശം, 42 നല്ല തൊഴിൽ സാഹചര്യങ്ങൾ, 43 കൂലി, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞു. 43A വരുമ്പോൾ എന്താണ്? ഈ ഇൻഡസ്ട്രികളിൽ, വ്യവസായങ്ങളിൽ ആരെ കൂടി പങ്കാളികളാക്കുക? തൊഴിലാളികളെ കൂടി എന്ത് ചെയ്യുക? ഭാഗവാക്കാവുക, പങ്കാളികളാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. സഹകരണ സംഘങ്ങളുടെ ഉന്നമനം അവിടെ വരുന്നു. ഇനി റീസെന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ആർട്ടിക്കിൾ 44. എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ്. കറന്റ്ലി വളരെയധികം ചർച്ചകളിൽ നിലനിൽക്കുന്ന സാധനമാണ്. നമുക്ക് നോക്കാം. ഏകീകൃത സിവിൽ നിയമം. ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യൻ സംസ്ഥാനം, നിലവിലുള്ള സംസ്ഥാനം ഗോവയാണ്. നമുക്കറിയാം. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സിവിൽ കോഡാണ് അവിടെ പണ്ട് തൊട്ടേ പ്രാബല്യത്തിലുള്ളത്. സ്വതന്ത്ര ഇന്ത്യ കോളനി കാല നിയമങ്ങൾ മിക്കതും അതേപടി സ്വീകരിച്ച കൂട്ടത്തിൽ ഗോവയിലെ ഈ നിയമവ്യവസ്ഥകൾ നിലനിർത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഒരു GK ഫാക്ട് ചോദ്യമാണല്ലേ. ഗോവയിലാണ് പണ്ട് തൊട്ടേ ഉള്ളത്. ഇനി ഇപ്പൊ റീസെന്റ് ചോദിച്ച കറണ്ട് അഫയർ ഫാക്ട് ചോദ്യമാണ് ഇത്. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അതായത് ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിക്കണം. റീസെന്റ് ചോദിച്ച കറണ്ട് അഫയർ ചോദ്യമാണ്. ഓക്കെ, വ്യക്തമാണ് നിങ്ങൾക്ക്. ഇനി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമാവുന്ന സിവിൽ നിയമങ്ങളാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ ഉദ്ദേശിക്കുന്നത്.
സിമ്പിൾ കാര്യമാണ്. ചിന്തിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. നിലവിൽ ഇന്ത്യയിലുള്ള ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഏകദേശം. അതായത് ഒരാൾ കൊലക്കുറ്റം ചെയ്യുന്നു, ഒരാളൊരു കൊലപാതക ശ്രമം നടത്തുന്നു, ഒരു മോഷണം നടത്തുന്നു, ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകൾക്കെല്ലാം ഇന്ത്യയിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇന്ന കുറ്റം ചെയ്ത ഇന്ന ശിക്ഷ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിലവിലുള്ള സിവിൽ നിയമങ്ങൾ അങ്ങനെ അല്ല. സിവിൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളാണ്. അവയ്ക്ക് നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിലുള്ളത് പ്രത്യേക മാരേജ് ആക്ടുകളുണ്ട്. ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം പ്രത്യേകമുണ്ട്, ക്രിസ്ത്യൻസിന് പ്രത്യേകമുണ്ട്. അവർക്ക് അതുപോലെ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ട്, സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സെപ്പറേറ്റ് നിയമങ്ങളാണ്. വിവാഹമോചനത്തിന് പ്രത്യേക നിയമങ്ങളാണ്. അപ്പോൾ ഇവ കൂടി ഒരേപോലെ ആക്കുക, യൂണിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പൊ ആർട്ടിക്കിൾ 44 പണ്ട് തൊട്ടേ ഉള്ളത് ഗോവയിലാണ്. ഈ അടുത്ത നിയമം പാസ്സാക്കിയത് ഉത്തരാഖണ്ഡാണ്. ക്ലിയർ ആണേ? ശ്രദ്ധിച്ചോ. ഓക്കെ, 45 വരാം. ആർട്ടിക്കിൾ 45 ഇപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. 4, 5, 6. എടാ 4 കഴിഞ്ഞ 5, 5 കഴിഞ്ഞ 6. അപ്പൊ നോക്കിയേ, 45 എന്ന് പറഞ്ഞാൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത് 45. ഓക്കെ, തീർന്നു. കുറച്ചുകൂടെ ഉള്ളു. കൃത്യമായിട്ട് പഠിക്കുക. ഇനി 46 വന്നാൽ എടാ 46 SC ST. അവർ പ്രാസത്തിന് അങ്ങ് പഠിക്കുക. 45 സാധാരണ വിദ്യാഭ്യാസം അവരുടെ അവകാശം, 46 SC ST വിദ്യാഭ്യാസവും അവരുടെ സംരക്ഷണവുമാണ്. കൃത്യമായിട്ട് പഠിക്കുവാണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഷെഡ്യൂൾഡ് കാസ്റ്റസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് എന്നാണ് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുക. അപ്പൊ 46 SC ST അവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കുക. വളരെ സുപ്രധാനമാണ്. ഇന്നും വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നു ജാതി സെൻസസ് നടപ്പിലാക്കുക പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ജാതി സെൻസസ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പറ. ചോദിച്ചതാണ്, എക്സാമിന് ഓൾറെഡി ചോദിച്ചു. നിങ്ങൾക്ക് അറിയാം, ബീഹാറാണ്. ഓക്കെ, ഇനി 47 വന്നാൽ അപ്പൊ നമുക്ക് 36 മുതൽ 51 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളിൽ 47 നമ്മൾ എത്തിയിരിക്കുന്നു. 47 എന്ന് പറയുമ്പോഴേ നമ്മൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് മദ്യ നിരോധനം എന്നാണ്. കൃത്യമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്തുവാണ്? പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി. നമ്മുടെ രാഷ്ട്രത്തിലെ പൗരന്മാർ ഹെൽത്തി ആയിട്ടിരുന്നാലേ നമ്മുടെ രാജ്യം എന്ത് ചെയ്യൂ? ഡെവലപ്പ് ആവും, പുരോഗതി ഉണ്ടാവും. അപ്പൊ നോക്കിയേ, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിക്കുന്ന അനുച്ഛേദമാണ് 47. അപ്പോ എന്താണ്? മദ്യനിരോധനം എന്ന് മാത്രം വിചാരിക്കരുത്, ഇങ്ങനെ കൂടി ചോദിക്കാം. ആരോഗ്യവും അവരുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക. ഇനി മദ്യനിരോധനം ഉൾപ്പെടുന്നത് ഈ ആർട്ടിക്കിളിലാണ്, 47. രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത്, ഗാന്ധിജിയുടെ ഗുജറാത്ത്. ഇതൊരു ഗാന്ധിയൻ ആശയം ആണ്. കൃത്യമായിട്ട് പഠിച്ചോ, തീരുവാണ്. ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. 48 ആർട്ടിക്കിൾ 48. 48 ഇന്ത്യയിൽ ഒരുപാടിടങ്ങളിൽ പശുവിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ഗോവധ നിരോധനം, ഗോവധ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാർത്തകളിൽ വളരെ സജീവമായതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കും. നോക്കിക്കേടാ, 48 എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആണ്. ഒറ്റ വാക്കിൽ നമ്മൾ 48 ഗോവധ നിരോധനം. കൃത്യമായി പഠിച്ചാൽ എന്ത് പറയാം? ഗോവധ നിരോധനം അല്ലെങ്കിൽ കൃഷിയും മൃഗസംരക്ഷണവുമാണ് അവിടെ വരുന്നത്. ഇവിടെയും മദ്യനിരോധനം പോലെ തന്നെ ഗോവധ നിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി 48A റീസെന്റ് എക്സാമിന് ചോദിച്ചു. 48A എന്ന് പറഞ്ഞാൽ വനം, വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് സബ്ജക്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പരിസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യുക? സംരക്ഷണം ഉറപ്പുവരുത്തുക. 48A പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ റിവൈസ് ചെയ്യുവേ. നോക്കിക്കേ, ഇനി 49 വന്നാൽ 49 49 ആണെങ്കിൽ
ചരിത്ര സ്മാരകങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഓക്കെ, പ്രാധാന്യമുള്ള വസ്തുക്കളുണ്ട്. ഇവയുടെയൊക്കെ സംരക്ഷണം നമ്മുടെ ഒരുപാട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും സ്ഥലങ്ങളും പ്രദേശങ്ങളും ഉണ്ട്. അവയെ സംരക്ഷിക്കണമെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലിക കടമകളിൽ 49-49-ലാണ്. ഇനി 2 ആർട്ടിക്കിൾ കൂടെ ഉള്ളൂ, എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യും. ശ്രദ്ധിച്ചേ, ആർട്ടിക്കിൾ 50 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണം, 50-50 നമ്മൾ വീതം വെക്കത്തില്ലേ, പകുതി 50-50. നോക്കിക്കേ, ഇന്ത്യയിലെ നമുക്കറിയാം കാര്യനിർവഹണ വിഭാഗവും നമ്മുടെ ജുഡീഷ്യറി ഉണ്ടല്ലോ, നീതിന്യായ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും എപ്പോഴും എങ്ങനെയായിരിക്കണം? വേർതിരിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? സെപ്പറേറ്റഡ് ആയിരിക്കണം, തമ്മിൽ ഇടകലരാൻ പാടില്ല. അതായത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഇടപെടലിൽ നിന്നും വേർതിരിക്കണം എന്ന് അനുശാസിക്കുന്നു. അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതാണ് കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 49 അല്ല 50 ആണ്. ഓക്കെ, ലാസ്റ്റ് 51 ആണ്. എല്ലാം കഴിയുന്നു, 51-ൽ തീരുവാണ്. അപ്പൊ സമാധാനമാണ്. ആർക്ക് സമാധാനം? അന്താരാഷ്ട്ര സമാധാനമാണ്. അപ്പൊ വളരെ റെലവന്റ് ആണ്. ഇപ്പൊ ഇവിടുന്നാണ് എക്സാമിന് ചോദിക്കുക. ഇപ്പൊ ഈ അടുത്തും ചോദിച്ചില്ലേ, ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യം. ഇപ്പൊ ഒരുപാട് പരീക്ഷയ്ക്ക് വീണ്ടും ചോദിച്ചു. ഏതായിരുന്നു? ഓപ്പറേഷൻ അജയ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേടാ, പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ലോക സമാധാനവും എന്താണ്? പ്രൊമോഷൻ ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതത്വവും 51A ആണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും ബഹുമാനവുമായ ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് പറയുന്നു. ബന്ധങ്ങൾ 51B പറയുന്നു. ഇനി സംഘടിത ജനതകൾ പരസ്പരമുള്ള ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമത്തോട് ആദരവ് പുലർത്തണം എന്ന് പറയുന്നത് 51C പറയുന്നത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രയത്നിക്കണമെന്ന് പറയുന്നത് 51D-ലുമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ 51 എന്താണെന്ന് പഠിക്കുക. ലോക സമാധാനവും സുരക്ഷിതത്വവും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതിനെ അത്രയും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയോ? ഓക്കെ, എടാ ഓർത്തു നോക്കിക്കേ, പഞ്ചായത്തുകളുടെ രൂപീകരണം ഏതായിരുന്നു? 40 ആയിരുന്നു. ഓക്കെ, തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. അപ്പൊ സൗജന്യ നിയമസഹായം നീതി 39 ക്യാപിറ്റൽ A ആണ്. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. എടാ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ 3 ഏതാ? 41, 42, 43. 41 ജോലി ചെയ്യാനുള്ള അവകാശം, 42 നല്ല അന്തരീക്ഷം, ജോലി അന്തരീക്ഷം, 43 കൂലി. ഓക്കെ, ക്ലിയർ ആണേ. ഇനി ഏകീകൃത സിവിൽ കോഡ് 44. ഓക്കെ, ലോകസമാധാനം 51 ആണ്. ഓക്കെ, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് പറഞ്ഞത് 50. ഓക്കെ, സെറ്റാണ് നിങ്ങൾ. ഓക്കെ, ഫുൾ ഓക്കെ ആണ്, സെറ്റാണ്. ഓക്കെ, ഇനി 49 എന്തോ? 49 ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണമാണ്. അപ്പോ മദ്യനിരോധനം 47, ഗോവധമാണെങ്കിൽ 48. ഓക്കെ, ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞത് 37. ക്ലിയർ ആണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃത്യമായിട്ട് പഠിച്ചോണേ, സെറ്റായിട്ട് പഠിച്ചോണം. തീരുവാണ്. കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞത് അവസാനിക്കും. നോക്കിക്കേ, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. B.R. അംബേദ്കർ പറയുന്നു നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് പറഞ്ഞ പോയിന്റ് ആണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റിനും നിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നിർവഹിക്കാൻ കഴിയില്ല. ഇവിടെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് ആണ്. എന്താ പറയുന്നത്? ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല? നിർദ്ദേശക തത്വങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പൊ അംബേദ്കർ പറഞ്ഞു നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞു ഇത് കാണാതെ, നമ്മൾ കൃഷ്ണനെ കാണാൻ കണ്ണുപൊത്തിയിട്ടല്ലേ പോകുന്നത്, അപ്പൊ ഇത് കാണാതെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ എന്ന് കളിയാക്കി. നമ്മളിപ്പോ ഡിസംബർ ആണ്, ജനുവരിയോടുകൂടി നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും, നിങ്ങളും എടുക്കും, ഞാനും എടുക്കും. അങ്ങനെ എടുക്കണം, അത് നല്ല കാര്യമാണ്. അത് കഴിയുന്നത്ര പ്രാക്ടിക്കൽ ആക്കാനും കഴിയണം. പക്ഷെ നെസറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നമ്മൾ ജനുവരിയിൽ എടുക്കുന്ന 2-ാം തീയതി ലംഘിക്കുന്ന തീരുമാനങ്ങളെ പോലെ എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് നെസറുദ്ദീൻ ആണെന്ന് ഓർക്കുക. അപ്പൊ ന്യൂ ഇയർ നെസറുദ്ദീൻ. എന്താണ് ന്യൂ ഇയർ നെസറുദ്ദീൻ എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇനി ഭക്തിപരമായ അഭിലാഷങ്ങൾ, ഭക്തിപരമായ അല്ലെങ്കിൽ പ്യൂസ് ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞത്
ഐവർ ജെന്നിങ്സ് ആണ്. ഐവർ ജെന്നിങ്സ് ആണ്. ഇപ്പൊ ഭക്തിപരമായ അഭിലാഷങ്ങളുമായിട്ടാണ് നമ്മളെല്ലാം ജനിച്ചത് എന്ന് ഓർക്കുക. ജനിച്ചത് തന്നെ ഒരുപാട് അഭിലാഷങ്ങളുണ്ട്. അപ്പൊ ഐവർ ജെന്നിങ്സ്, ഐവർ ജെന്നിങ്സ്. എടാ ഇവിടുന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണം പഠിച്ചില്ലേ, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്തോ പറഞ്ഞത്, ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് എന്ത് വിശേഷിപ്പിച്ചാൽ നമ്മൾ പഠിച്ചില്ലേടാ. അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. ഇനി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടാൻ നിർദ്ദേശക തത്വങ്ങൾ കാരണമാകും. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊരു പരിധിവരെ ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ശരിയാണെന്ന് നമുക്ക് തോന്നാം. അങ്ങനെ പറഞ്ഞത് കെ സന്താനമാണ്. ഈ മക്കളുടെ പേരിലൊക്കെ അല്ല എല്ലായിടത്തും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീടുകളിൽ. അപ്പൊ കെ സന്താനം എന്ന് പറഞ്ഞു, ആ സംസ്ഥാന കേന്ദ്രങ്ങൾ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്ട്, ചകട ഉണ്ടാവാൻ കാരണമാവും. കൃത്യമായിട്ട് പഠിക്കുക. അംബേദ്കർ പറഞ്ഞ എന്തുവാ, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്തുവാ പറഞ്ഞത്, ഇവ നടപ്പാക്കാതെ കാണാതെ പോകാൻ കഴിയില്ല. നസറുദ്ദീൻ എന്ത് പറഞ്ഞു, ന്യൂ ഇയറിൽ തെറ്റിക്കുന്ന ചില തീരുമാനങ്ങളെ പോലെ. ഐവർ ജെന്നിങ്സ് എന്ത് പറഞ്ഞു, ഭക്തപരമായ അഭിലാഷങ്ങൾ എന്ന് പഠിപ്പിച്ചു. കൃത്യമാണ്. കെ സന്താനം പറഞ്ഞതാണ് സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ഇത് കാരണമായേക്കും. ഓക്കെ. ഇനി ഭരണഘടനയെ ജീവസുറ്റതാക്കുന്ന വകുപ്പുകളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ കാതലും സാമൂഹ്യ നീതിയുടെ തത്വശാസ്ത്രവുമാണിത്. ഇങ്ങനെ പറയുന്നത്, ലൈഫ് ഗീവിംഗ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ജീവിതം തരുന്നത്. കാതല് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പാട്ട് ഓർക്കണം. അതായത് ചിലരെയൊക്കെ ചികിത്സിച്ച് പാട്ടുപാടി രക്ഷപ്പെടുത്തുന്ന കേട്ടിട്ടില്ലേ. അപ്പൊ എല്ലാം സിംബിയാണ്, അതായത് കാതല് പോലെ, ഇങ്ങനെ പാട്ട് പോലെ, അല്ലെങ്കിൽ എന്താണ് ലൈഫ് ഗീവിംഗ് പ്രൊവിഷൻസ്, ജീവിതം തരുവാണ്. നമ്മൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ. അപ്പം എല്ലാം സിംഗ് പാട്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് പഠിച്ചോണേ. ഓക്കെ. അപ്പൊ വളരെ വ്യക്തമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നൊരു ടോപ്പിക് കൂടിയാണ് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ റാപ്പിഡ് റിവിഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മാക്സിമം റിവൈസ് ചെയ്തിട്ട് പോവുക. ആത്മവിശ്വാസത്തോടെ തന്നെ പോവുക എക്സാമിന്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു ഗൈസ്.